ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. നോർമൽ ഷുഗർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് ബബിൾസ് വരുന്നത് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഈ ഒരു സിറപ്പ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 3 മുട്ടയും ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഡേറ്റ്സും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ലോഫ് ടിന്നിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാനിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 45 അല്ലെങ്കിൽ 50 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു 50-55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബേക്ക് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ടിത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്